ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ എന്ന പേപ്പറിലെ 4th യൂണിറ്റാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 4 കരിക്കുലം അഡാപ്റ്റേഷൻ. ഇതിലെന്താ ഫസ്റ്റ് പറയാൻ പോകുന്നത്? എന്താണ് കരിക്കുലം അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് മേക്കിംഗ് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ കരിക്കുലത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ കരിക്കുലം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഹെൽപ്പ് ടു മീറ്റ് ലേണിംഗ് നീഡ്സ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. എല്ലാ കുട്ടികളുടെയും ലേണിംഗ് നീഡ്സ് അറ്റൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ കരിക്കുലം അഡാപ്റ്റ് ചെയ്യുന്നത്. എൻഷുർ എവരി ചൈൽഡ് ക്യാൻ ലേൺ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യണം, പങ്കെടുക്കാനും എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കരിക്കുലം അഡാപ്റ്റ് ചെയ്യുന്നത്. അഡാപ്റ്റേഷൻ ഡൺ ഇൻ ടീച്ചിങ് മെത്തേഡ്സ്, ലേണിംഗ് മെറ്റീരിയൽസ്, ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, അസസ്മെൻറ്റ്. എവിടെയൊക്കെയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്? ടീച്ചിങ് മെത്തേഡ്സിൽ, ക്ലാസ് റൂമിലത്തെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൽ, ക്ലാസ് റൂമിൽ നടത്തുന്ന ആക്ടിവിറ്റീസിൽ, അസസ്മെൻറ്റിൽ, ഇവിടെയൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കരിക്കുലം അക്കമഡേഷനാണ്. എന്താണ് കരിക്കുലം അക്കമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് മീൻസ് ചേഞ്ചിങ് ഹൗ എ സ്റ്റുഡൻറ്റ് ലേൺ. എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കുന്നത് എന്നുള്ളത് അതിൽ ചേഞ്ച് വരുത്തുന്നതാണ് കരിക്കുലം അക്കമഡേഷൻ എന്ന് പറയുന്നത്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് റിമെയിൻ സെയിം. അതായത് ലക്ഷ്യങ്ങൾ എന്തേക്കാരം, സെയിം എന്നേക്കാരം. റിമൂവ് ലേണിംഗ് ബാരിയേഴ്സ് വിത്തൗട്ട് ലോവറിങ് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ്. അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ഒട്ടും തന്നെ കുറക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, തടസ്സങ്ങൾ, പഠനത്തിലുള്ള തടസ്സങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് മാറ്റി കൊടുക്കുകയാണ് അല്ലേ. എന്തൊക്കെയൊക്കെയാണ് തടസ്സങ്ങൾ? ഒരു എന്താ പറയുക, ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടി ഒരു ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെ കേട്ടോ. എക്സാമിൻ്റെ ടൈമിൽ എന്താണ്, കുറച്ച് ടൈം അവർക്ക് അധികം വേണ്ടില്ലേ. സാധാരണ കുട്ടികൾ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എഴുതുന്ന എക്സാം ആണെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മൾ എക്സ്ട്രാ ടൈം അനുവദിച്ചു കൊടുക്കുക. പിന്നെ എന്താണ്, ബ്രെയിലി ബുക്കുകൾ, ഓഡിയോ ബുക്സ്, വലിയ പ്രിൻ്റുള്ള ടെക്സ്റ്റ് ബുക്കുകൾ. പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചില കുട്ടികൾക്ക് ഇരിക്കേണ്ടി വരില്ലേ, അവർക്കിങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോഴായിരിക്കും കംഫർട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. പിന്നെന്താണ്, എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓറൽ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് കരിക്കുലം അക്കമഡേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കാൻ പോകുന്നത് കരിക്കുലം മോഡിഫിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ അഡാപ്റ്റേഷനും അക്കമഡേഷനും പറഞ്ഞു. ഇനി നമ്മൾ മോഡിഫിക്കേഷനാണ് പറയുമ്പോൾ, എന്താ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോഡിഫിക്കേഷൻ മീൻസ് ചേഞ്ചിങ് വാട്ട് എ സ്റ്റുഡൻറ്റ് ലേൺ. എന്താണ് കുട്ടി പഠിക്കുന്നത് അതിലും എന്താ പറയുക, ചേഞ്ച് കൊണ്ടുവരുന്നതാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആർ റെഡ്യൂസ്ഡ് ഓർ സിംപ്ലിഫൈഡ്. അതായത് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, കുട്ടികൾ പഠിക്കുന്ന രീതി മാറ്റായിരുന്നു അല്ലേ, പക്ഷേ അവിടെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കുറച്ച് കുറക്കുന്നുണ്ട് അല്ലേ. യൂസ്ഡ് ഫോർ സ്റ്റുഡൻറ്റ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസുള്ള കുട്ടികൾക്കാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിംപ്ലിഫൈഡ് സിലബസ്, ഈസിയർ അസൈൻമെൻറ്റ്സ്, റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ആൾട്ടർനേറ്റീവ് ലേണിംഗ് ഗോൾസ്, സിംപ്ലിഫൈഡ് അസസ്മെൻറ്റ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു ക്ലാസ് റൂമിൽ ഒരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസൊക്കെ കൊടുക്കുക വെച്ചെങ്കിൽ ഈ കുട്ടികൾക്ക് എന്താ, നമ്മൾ 5 ക്വസ്റ്റ്യൻസൊക്കെ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ 10-20 പേജ് എഴുതേണ്ട ഒരു വർക്കാണെങ്കിൽ ഇവരോട് നമ്മളൊരു 5 പേജ് അല്ലെങ്കിൽ 10 പേജ് എഴുതിയാൽ മതി എന്നൊക്കെ പറയാം. അതായത് അവരുടെ ഭാരം കുറച്ച് കുറയ്ക്കൽ. ഇത്ര ചെയ്താൽ തന്നെ ഇവർ ആവശ്യത്തിന് ചെയ്തു, കാരണം ഇവർക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണല്ലോ. അങ്ങനെ അവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് കുറയ്ക്കുകയാണ്. അവർക്ക് എന്താ, അധികം ബുദ്ധിമുട്ടില്ലാതെ അവരുടെ ഒരു കാപ്പബിലിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറയ്ക്കുന്നതിനാണ് നമ്മൾ കരിക്കുലം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ അക്കമഡേഷൻ തന്നെ അല്ലേ അപ്പോൾ ഈ മോഡിഫിക്കേഷൻ എന്നുള്ളത്? അല്ല. അപ്പോൾ നമുക്ക് എന്താണ്, ചെറുതായിട്ടൊരു കമ്പാരിസൺ ഇവർ തമ്മിലുള്ളത് നോക്കാം കേട്ടോ. അക്കമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ സ്റ്റുഡൻറ്റ് ലേൺ ആണല്ലേ. അതായത് കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് അതിൽ ചേഞ്ച് വരുത്തുകയാണ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. മോഡിഫിക്കേഷൻ എന്ത് ചെയ്യുന്നു, വാട്ട് സ്റ്റുഡൻറ്റ് ലേൺ, എന്താണ് കുട്ടി പഠിക്കുന്നത് അതിലാണ് മാറ്റം കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അക്കമഡേഷൻ എന്ന് പറയുന്നത് ഹൗ സ്റ്റുഡൻറ്റ് ലേൺ ആണെങ്കിൽ, മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വാട്ട് സ്റ്റുഡൻറ്റിൽ, എന്താണ് കുട്ടി പഠിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് സെയിം ആയിരിക്കും അക്കമഡേഷനിൽ. മോഡിഫിക്കേഷനിൽ എങ്ങനെയാണ്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആണ്, അവിടെ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. കുട്ടികൾ അത്ര തന്നെ പഠിക്കണില്ലല്ലോ. ഇതിൽ നമ്മൾ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവരുടെ ലക്ഷ്യങ്ങൾ കുറക്കുന്നുണ്ട്, സിലബസ് കുറക്കുന്നുണ്ട്. അസൈൻമെൻ്റ് ആണെങ്കിൽ അത്ര തന്നെ എഴുതേണ്ട, അവരുടെ അത്ര തന്നെ എഴുതേണ്ട, അങ്ങനെയൊക്കെ പട്ടവർക്ക് കുറച്ചൊരു ഇളവ് കൊടുക്കുന്നുണ്ടല്ലോ. മറ്റോടത്ത് എന്താണ്, കുറച്ച് സമയം കുറച്ച് അനുവദിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക തന്നെയുള്ളൂ. ഒബ്ജക്റ്റീവ്സിലൊന്നും മാറ്റം വരുത്തുന്നില്ല കേട്ടോ. അപ്പോൾ അക്കമഡേഷന് വരുമ്പോൾ പിന്നെ സെയിം കരിക്കുലം ഫോർ ആൾ, എല്ലാവർക്കും ഒരേ കരിക്കുലം തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ മോഡിഫിക്കേഷനിൽ വരികയാണെങ്കിൽ കരിക്കുലം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കുറക്കുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് റിമെയിൻസ് ചെയ്യും. ഇതിൽ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് സെയിം ആയിരിക്കും. ഇവിടെ വരുമ്പോൾ മോഡിഫിക്കേഷനിൽ വരുമ്പോൾ അക്കാഡമിക് എക്സ്പെക്റ്റേഷൻസ് ആർ ലോവേർഡ് ഇഫ് നെസസറി. ആവശ്യം ഉണ്ടെങ്കിൽ, കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
അക്കാഡമിക് എക്സ്പെക്റ്റേഷൻസ് എന്ത് ചെയ്യാം കുറച്ച് കുറക്കുന്നതിന് വിഷയമൊന്നുമില്ല. പിന്നെ എന്താ പറയുന്നത്, സ്യൂട്ടബിൾ ഫോർ സ്റ്റുഡൻറ്റ് ഹൂ നീഡ് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്കാണ് അക്കോമഡേഷൻ യൂസ് ചെയ്യുന്നത്. മോഡിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, സ്യൂട്ടബിൾ ഫോർ സ്റ്റുഡൻറ്റ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഡിസബിലിറ്റീസ്, കുറച്ചും കൂടി അധികം ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കാണ് മോഡിഫിക്കേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്, കരിക്കുലം മോഡിഫിക്കേഷൻ കേട്ടോ. ഇത് മൂന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി എന്താണ് കരിക്കുലം അഡാപ്റ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് കരിക്കുലം അഡാപ്റ്റേഷൻ. എന്തിനാണ് നമ്മൾ കരിക്കുലം അഡാപ്റ്റേഷൻ ചെയ്യുന്നത്? എൻഷ്യൂർ ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, തുല്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്താനാണ്. പിന്നെ എന്താണ് സപ്പോർട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മീറ്റ് ഇൻഡിവിജ്വൽ ലേണിംഗ് നീഡ്സ്, ഓരോ കുട്ടികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലേണിംഗ് നീഡ്സ് എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. പിന്നെ റിമൂവ് ലേണിംഗ് ബാരിയേഴ്സ്, പഠനത്തിലുള്ള തടസ്സങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി കൊടുക്കുക. എൻകറേജ് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുക. ഇമ്പ്രൂവ് കോൺഫിഡൻസ്, മോട്ടിവേഷൻ. പിന്നെ എന്താണ് പ്രൊമോട്ട് അക്കാഡമിക് ആയിട്ടുള്ള സക്സസ് പ്രൊമോട്ട് ചെയ്യുക. ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ചെയ്യുക. ലേണേഴ്സിൻ്റെ ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനൊക്കെയാണ് എന്ത് ചെയ്യണത്, കരിക്കുലം അഡാപ്റ്റേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് മോഡൽ ഫോർ ഡിസൈനിങ് കരിക്കുലർ അഡാപ്റ്റേഷൻ. ഇവിടെ അതെന്താണെന്ന് നോക്കാം അല്ലേ. Decision making model is a systematic process used by teachers to decide what adaptations are needed for children with disabled. ക്ലാസ്സിലുള്ള ഡിസേബിൾഡ് കുട്ടികൾക്ക് എന്തൊക്കെ അഡാപ്റ്റേഷനാണ്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് ആ പേര് തന്നെ കിട്ടില്ല, തീരുമാനം ഡിസിഷൻസ് എടുക്കാനും മേക്ക് ചെയ്യാനുള്ളൊരു മോഡലാണിത് അല്ലേ. എന്തിനു വേണ്ടിയിട്ട്, കരിക്കുലം അഡാപ്റ്റേഷൻ ചെയ്യാനായിട്ട്. അതായത് ഒരു ക്ലാസ് റൂമിലുള്ള തൻ്റെ കുട്ടികൾക്ക് എന്താണ് ഇവിടെ അഡാപ്റ്റ് ചെയ്യേണ്ടത്, അവർക്ക് എന്ത് ഹെൽപ്പാണ് ഇന്ത്യയിൽ നിന്ന് വേണ്ടത്, ഇത് തീരുമാനിക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇതിലുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണ്, സ്റ്റെപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ് മോഡലാണ് ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഐഡൻറ്റിഫൈ സ്റ്റുഡൻസ് നീഡ്സ്, കുട്ടികളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഒബ്സർവ് ലേണിംഗ് എബിലിറ്റീസ്, കുട്ടികളുടെ പഠനത്തിലുള്ള കഴിവുകൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തത് എന്താണ്, അസസ് ദ കരിക്കുലം. ഇവിടെ എന്താ പറയുന്നത്, കരിക്കുലത്തിന് എന്ത് ചെയ്യണം, അസസ് ചെയ്യണം അല്ലെ, വിലയിരുത്തണം. എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി എക്സാമിൻ ചെയ്യുക. പിന്നെ ഐഡൻറ്റിഫൈ ബാരിയേഴ്സ് ഇൻ എക്സിസ്റ്റിംഗ് കരിക്കുലം, ഇപ്പം നിലവിലുള്ള കരിക്കുലത്തിൽ എന്തൊക്കെ ബാരിയേഴ്സാണുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ ഡിസൈഡ് ഇഫ് ദ സ്റ്റുഡൻറ്റ് ക്യാൻ അച്ചീവ് ഒബ്ജക്റ്റീവ്സ് വിത്തൗട്ട് സപ്പോർട്ട്, അതായത് ഒരു സപ്പോർട്ട് ഇല്ലാതെ കുട്ടികൾക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കുട്ടികളെയും മനസ്സിലാക്കുക, അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണം, അവരുടെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണെന്നുള്ളതൊക്കെ നോക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നിലവിലുള്ള കരിക്കുലത്തിന് എന്തൊക്കെയാണ് തടസ്സങ്ങൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, കുട്ടികൾക്കൊരു സപ്പോർട്ട് ഇല്ലാതെ ഇത് ചെയ്യാൻ വയ്ക്കുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, തേർഡ് സ്റ്റെപ്പ് എന്താണ്, ഡിറ്റർമൈൻ വാട്ട് ടു ടീച്ച്, എന്താണ് ടീച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക, തീരുമാനിക്കുക. അതായത് ഡിസൈഡ് ദ കണ്ടൻറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഓർ യൂണിറ്റ് സ്റ്റഡി, അതായത് ഇനി എന്താ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക, കണ്ടൻറ്റ് തീരുമാനിക്കുക കേട്ടോ. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഡിറ്റർമൈൻ ഹൗ ടു ടീച്ച്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് മേലെ തീരുമാനിക്കുന്നുണ്ട്. ഇനി അത് എങ്ങനെയാണ് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ഇവിടെയാണ് തീരുമാനിക്കുന്നത്. അതായത് ക്യാൻ ദേ അച്ചീവ് സെയിം ഔട്ട്കംസ് വിത്തൗട്ട് മോഡിഫിക്കേഷൻ, അതായത് ഒരു മോഡിഫിക്കേഷനൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, പിന്നെ ഫിഫ്ത്ത് വൺ എന്താണ്, സെലക്ട് യുവർ ഡിസൈൻ അപ്രോപ്രിയേറ്റ് അഡാപ്റ്റേഷൻസ്, ചൂസിങ് സ്യൂട്ടബിൾ അഡാപ്റ്റേഷൻ ബേസ്ഡ് ഓൺ സ്റ്റുഡൻറ്റ് നീഡ്സ് സച്ച് ആസ് ടീച്ചിങ് മെത്തേഡ്സ്, ലേണിംഗ് മെറ്റീരിയൽസ്, അസസ്മെൻറ്റ് മെത്തേഡ്സ്. അതായത് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, അഡാപ്റ്റേഷൻസൊക്കെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതായത് കുട്ടികൾക്ക് ടീച്ചിങ് മെത്തേഡ്സിലാണോ, പഠിപ്പിക്കുന്ന മെറ്റീരിയൽസിലാണോ, അതായത് അല്ലെങ്കിൽ വിലയിരുത്തുന്ന അസസ്മെൻറ്റ് ചെയ്യുന്ന മെത്തേഡിലാണ്, ഏതിലാണോ അഡാപ്റ്റേഷൻ ചെയ്യേണ്ടത് വെച്ചാൽ അതിലെന്ത് ചെയ്യുക, അഡാപ്റ്റേഷൻ ചെയ്യുക. അതായത് ഓരോ കുട്ടിക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ളത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. അതല്ലാതെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് വെച്ചിട്ട് എല്ലാ കുട്ടികൾക്കും അത് ഉണ്ടാവണം എന്നില്ല അല്ലേ. അപ്പോൾ ഓരോ കുട്ടികളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് അനുസരിച്ചിട്ടുള്ളത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക കേട്ടോ.
പിന്നെ എന്താണ് 6th വൺ എന്താണ് ഇംപ്ലിമെൻറ്റ് ദ അഡാപ്റ്റേഷൻ. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തു എന്താ പഠിപ്പിക്കേണ്ടത് എങ്ങനെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു അല്ലേ. ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അപ്ലൈ ഇറ്റ് ഇൻ ക്ലാസ് റൂം, വാച്ച് സ്റ്റുഡൻറ്റ് ഇഫ് ഇറ്റ് ഈസ് എഫക്റ്റീവ്, കണ്ടിന്യൂ ഇഫ് നോട്ട് ദെൻ മേക്ക് നെസസറി ചേഞ്ചസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്യുക. ആദ്യം നമ്മളിപ്പോൾ ഒരു പുതിയ സംഭവം നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുക, നമ്മളൊന്ന് വാച്ച് ചെയ്യുക. ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക, നിരീക്ഷിക്കുക കുട്ടികൾക്ക് ഇത് എഫക്റ്റീവ് ആവുന്നുണ്ടോ എന്നുള്ളത്. എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യുക. എഫക്റ്റീവ് ആവുന്നില്ലെങ്കിൽ അതിലാവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തുക. അതായത് പുതിയൊരു പഠന രീതി അത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ ആദ്യം പരീക്ഷിച്ച് നോക്കുക, കുട്ടികളുടെ റെസ്പോണ്ട് എങ്ങനെയാണ് നോക്കുക അല്ലേ. കുട്ടികൾക്ക് ഇത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കുട്ടികൾക്ക് പഠിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇല്ലെങ്കിൽ അത് നിർത്തിയിട്ട് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് അതിൽ വരുത്തുക. പിന്നെ എന്താ ഇവിടെ പറയുന്നത്, ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. 7th സ്റ്റെപ്പ് എന്താണ്, റിവ്യൂ ആൻഡ് റിവൈസ്. ഇവിടെ എന്താ പറയുന്നത്, ഒബ്സർവ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഡെയിലി. കുട്ടികളുടെ പെർഫോമൻസ് ദിവസം എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. കളക്ട് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റുഡൻറ്റ്, പാരൻസ്, ടീച്ചേഴ്സ്. അതായത് കുട്ടികളുടെ ഫീഡ്ബാക്ക് കുട്ടികളുടെ അടുത്തുനിന്ന്, അതുപോലെ തന്നെ പാരൻസിൻ്റെ അടുത്തുനിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫീഡ്ബാക്ക് കുട്ടികൾ വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട്, ഇതിൽ മാറ്റങ്ങളുണ്ട്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ മോഡിഫൈ അഡാപ്റ്റേഷൻ ഇഫ് നീഡഡ്. എന്തെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് എന്ത് ചെയ്യുക, മോഡിഫിക്കേഷൻ ചെയ്യട്ടോ, മോഡിഫൈ ചെയ്യുക. ഇതാണ് ആ 7 സ്റ്റെപ്സ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കരിക്കുലം അഡാപ്റ്റേഷൻ ആണല്ലേ. ഇവിടെ എന്താണ്, 9 ടൈപ്പ് ഉണ്ട് കരിക്കുലം അഡാപ്റ്റേഷനിൽ. ഫസ്റ്റ് വൺ ഇൻപുട്ട് എന്താണ്, ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ. ഹൗ ഇൻഫർമേഷൻ ഈസ് ഗിവൺ ടു സ്റ്റുഡൻസ്, യൂസ് ഡിഫറെൻറ്റ് എയ്ഡ്സ്, ബ്രെയിലി ബുക്സ്, ഓഡിയോ ബുക്സ്. അതായത് കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്, അതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഔട്ട്പുട്ട് എന്താണ്, ഹൗ ലേണേഴ്സ് ക്യാൻ റെസ്പോണ്ട് ടു ഇൻസ്ട്രക്ഷൻ. കുട്ടികൾ നമ്മളുടെ ഇൻസ്ട്രക്ഷന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതാണ് ഔട്ട്പുട്ട്. ഇങ്ങോട്ട് കിട്ടുന്നതാണ് അല്ലേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. മൂന്നാമത് സൈസ് ഓർ ക്വാളിറ്റി. അവിടെ എന്താ പറയുന്നത്, റെഡ്യൂസിങ് എമൗണ്ട് ഓഫ് വർക്ക്. എക്സാമ്പിൾ, കംപ്ലീറ്റ് 10 ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റെഡ് ഓഫ് 20, റൈറ്റ് ഷോർട്ട് അസൈൻമെൻറ്റ്സ്. അതായത് നമ്മൾ കുട്ടികളുടെ വർക്ക് ലോഡ് കുറച്ച് കൊടുക്കുക. ചില കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, 20 ക്വസ്റ്റ്യൻസിന് വരെ 10 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അസൈൻമെൻറ്റിൻ്റെ ഒക്കെ ഇത്രയും ചെയ്യേണ്ട ഇത്ര ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു സൈസ് അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ച് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക കേട്ടോ. ഫോർത്ത് വൺ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡിങ് അഡീഷണൽ ഓർ ഫ്ലെക്സിബിൾ ടൈം. ഓരോ കുട്ടികൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അഡീഷണൽ ആയിട്ട് ടൈം കൊടുക്കുക, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം കൊടുക്കുക. ഓക്കെ, ഫിഫ്ത്ത് വൺ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻ സിംപ്ലിഫൈ ആക്ടിവിറ്റീസ് അക്കോർഡിംഗ് ടു സ്റ്റുഡൻസ് എബിലിറ്റി, സിമ്പിൾ ലാംഗ്വേജ്, എക്സ്ട്രാ എക്സാമ്പിൾസ്. അതായത് ഓരോ ആക്ടിവിറ്റീസും കുട്ടികളുടെ താല്പര്യത്തിനും കുട്ടികളുടെ കഴിവിനും അതുപോലെ തന്നെ എല്ലാത്തിനും അനുസരിച്ച് എന്ത് ചെയ്യുക, ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കുക. കുട്ടികളുടെ ഒരു ഇതിനനുസരിച്ച് സിമ്പിളായിട്ടുള്ള ഭാഷകൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾക്കൊരു വിഷയം മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനൊരു എക്സ്ട്രാ എക്സാമ്പിൾസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫിഫ്ത്ത് വൺ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി അറിയുന്നത് കേട്ടോ. സിക്സ്ത് വൺ ലെവൽ ഓഫ് സപ്പോർട്ട്. ഇവിടെ എന്താ പറയുന്നത്, അഡീഷണൽ അസിസ്റ്റൻസ് ഈസ് പ്രൊവൈഡഡ്, പിയർ ട്യൂട്ടറിങ്, പാരൻറ്റ് അസിസ്റ്റൻസ്. എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടൊരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ് തമ്മിലുള്ള പിയർ ട്യൂട്ടറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് പരസ്പരം പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലും അല്ലെങ്കിൽ പാരൻസിൻ്റെ അസിസ്റ്റൻസ് ഇതെന്തെങ്കിലും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സെവൻത്ത് വൺ പാർട്ടിസിപ്പേഷൻ ലെവൽ. ഇവിടെ എന്താ പറയുന്നത്, ദിസ് ചേഞ്ചസ് ഹൗ സ്റ്റുഡൻസ് ടേക്ക് പാർട്ട് ഇൻ ക്ലാസ് ആക്ടിവിറ്റീസ്. അതായത് ഒരു കുട്ടി എങ്ങനെയാണ് ക്ലാസ്സിൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത് പാർട്ടിസിപ്പേഷൻ ലെവലിൽ കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ആൻസർ പറയാൻ അറിയണമെന്നില്ല. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഇപ്പോൾ ജോഗ്രഫിയുടെ ഒക്കെ ക്ലാസ് ആണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനോട് എന്ത് ചെയ്യുക, ഒരു നമ്മൾ ടീച്ചേഴ്സാണ്, നമുക്കപ്പോൾ മനസ്സിലാവുമല്ലോ ഓരോ കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ എന്താ ആൻസർ പറയാൻ വെക്കാത്ത കുട്ടിയോട് എന്ത് ചെയ്യുക, ഈ ഗ്ലോബ് ഒന്ന് പിടിക്കാൻ പറയാം. ഇപ്പോൾ നമ്മൾ മറ്റേ ഗ്ലോബ് പിടിക്കുകയാണെങ്കിൽ ഓരോ ഇതിൻ്റെ പേര് പറയാനായിട്ട് ഈ ഒരു പറയാൻ വയ്ക്കാത്തൊരു കുട്ടിയോട് ഗ്ലോബ് പിടിക്കാൻ പറയാം. ബാക്കിയുള്ള കുട്ടികളോട് നമ്മൾ പറയുന്ന ഓരോ പ്ലേസസ് എവിടെയെന്ന് ഇങ്ങനെ തൊട്ട് കാണിച്ചു തരാനൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്താവും, എല്ലാവർക്കും വലിയ പാർട്ടിസിപ്പേഷൻ വരികയല്ലേ, ഈ കുട്ടിക്കൊരു സന്തോഷം ഉണ്ടാവും. എനിക്കത് പറയാൻ വെച്ചിട്ടില്ലല്ലോ, എന്താ ഞാനും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആയില്ലേ, അങ്ങനെ ഒരു സന്തോഷം ഈ കുട്ടിക്ക് കൂടി വരും. അതാണ് പാർട്ടിസിപ്പേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ. ഓരോ കുട്ടികളും എന്ത് ചെയ്യാണ്, ക്ലാസ്സിലെ ഓരോ ആക്ടിവിറ്റിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. എയ്ത്ത് വൺ ആൾട്ടർനേറ്റ് ഗോൾസ്.
ആൾട്ടർനേറ്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റ് ഗോൾസ് ബട്ട് സെയിം കണ്ടൻറ്റ്, അതായത് നമ്മൾ കീപ്പ് ചെയ്യുക മെറ്റീരിയൽസൊക്കെ നമ്മൾ സെയിം തന്നെ ആയിരിക്കും, അതന്നെ സെയിം തന്നെ കീപ്പ് ചെയ്യുക, ബട്ട് ഗോൾസ് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, 20 ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ പറയുകയാണ് കേട്ടോ. 20 ക്വസ്റ്റ്യൻസ് എഴുതുകയാണെങ്കിൽ ഇവരോട് 10 ചെയ്താൽ മതി അറിയാം. അപ്പോൾ ഇവർക്ക് എന്താവും, 20 എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ അത് വലിയൊരു പ്രഷർ കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കില്ലേ, ചെയ്യാൻ വെക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ 10 അവർ സെയിം മെറ്റീരിയൽസ് തന്നെയാണ്, പക്ഷെ എന്താണ് അവിടെ ഗോൾ കുറച്ച് കുറയ്ക്കല്ലേ, നമ്മൾ ഇത്ര എത്തുമ്പോൾ തന്നെ അവർക്ക് ഇതാവുകയാണല്ലോ, അപ്പോൾ അവർക്ക് എന്താണ് ഒരു സന്തോഷം കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഗോൾസ് എന്ത് ചെയ്യുക, ഒന്ന് ഇതാക്കി കൊടുക്കുക, പക്ഷേ മെറ്റീരിയൽസും കണ്ടൻറ്റൊക്കെ സെയിം തന്നെ ആയിരിക്കും. 9th വൺ എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് കരിക്കുലം. ഇവിടെ എന്താ പറയുന്നത്, പ്രൊവൈഡ് ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഓർ മെറ്റീരിയൽസ് ടു മീറ്റ് ഇൻഡിവിജ്വൽ ഗോൾസ് വെൻ റെഗുലർ കരിക്കുലം ഈസ് നോട്ട് സ്യൂട്ടബിൾ. അതായത് സാധാരണയുള്ള കരിക്കുലം സ്യൂട്ടബിൾ അല്ല തോന്നുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും മെറ്റീരിയൽസും ഒക്കെ എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് 9th വൺ. അപ്പോൾ 9 ടൈപ്പ് ഓഫ് കരിക്കുലം അഡാപ്റ്റേഷൻസ് ഏതൊക്കെ നമ്മൾ പറഞ്ഞത്, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻസാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുട്ടികൾ നമുക്ക് തരുന്ന റെസ്പോൺസാണ്. സൈസ് ഓർ ക്വാളിറ്റി അറിയുന്നത് ഓരോ കുട്ടികളുടെ ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, സൈസ് കുറച്ച് കൊടുക്കുക, ബുദ്ധിമുട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഒക്കെ കുറച്ച് കൊടുക്കുക കേട്ടോ. ടൈം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അഡീഷണൽ ടൈം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെയാണ്, ബുദ്ധിമുട്ടുള്ളതുണ്ടെങ്കിൽ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഈസി ആയിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുക, എക്സ്ട്രാ എക്സാമ്പിൾസ് വെച്ചിട്ടൊക്കെ കുട്ടികളെ എന്ത് ചെയ്യുക, ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവം എന്ത് ചെയ്യുക, ഒന്ന് ഈസി ആക്കി കൊടുക്കുക. ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്നിട്ടോ അല്ലെങ്കിൽ പാരൻസിന് അസിസ്റ്റൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. 7th വൺ എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ലെവലാണ്. എല്ലാ കുട്ടികളും മാക്സിമം നമ്മുടെ ക്ലാസ് റൂമിലത്തെ എല്ലാ ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. പിന്നെ 8th വൺ ആൾട്ടർനേറ്റീവ് ഗോൾസാണ്. അതായത് സെയിം കണ്ടൻറ്റും സെയിം മെറ്റീരിയൽസും ഒക്കെ തന്നെ ആയിരിക്കും, പക്ഷേ ഗോൾസ് എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് കൊടുക്കുക, കുറച്ച് അടുത്തേക്കാക്കി കൊടുക്കുക അവരുടെ ഗോൾസ്. 9th വൺ സബ്സ്റ്റിറ്റ്യൂട്ട് കരിക്കുലം. അതായത് അവർക്ക് ഇപ്പോൾ ഉള്ള കരിക്കുലം അവരുടെ ഒരു ഇതിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു കുട്ടിയുടെ ലക്ഷ്യങ്ങൾ ആ കുട്ടിയുടെ ഗോൾസിലേക്ക് എത്താൻ ഈ ഒരു കരിക്കുലം സഹായിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു കരിക്കുലം അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ എന്ത് ചെയ്യുക, പുതിയ ഇൻസ്ട്രക്ഷൻസോ പുതിയ ലേണിംഗ് മെറ്റീരിയൽസോ മെത്തേഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് UDL. ഓക്കെ, ഇതെന്താണ്, ദിസ് ഈസ് എ ടീച്ചിങ് അപ്രോച്ച് ദാറ്റ് പ്ലാൻസ് ലേണിംഗ് ഫോർ ഓൾ സ്റ്റുഡൻസ് ഫ്രം ദ ബിഗിനിങ്. അതായത് തുടക്കം മുതലേ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തണം, എല്ലാ കുട്ടികൾക്കും ഇത് കിട്ടണം, പഠനം നടക്കണം എന്ന് വിചാരിച്ചിട്ട് ആദ്യം മുതലേ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ടീച്ചിങ് അപ്രോച്ചിനെയാണ് നമ്മൾ UDL യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതെന്തിനാണ്, ഇറ്റ് പ്രൊവൈഡ് മൾട്ടിപ്പിൾ വേസ് ഓഫ് ലേണിംഗ് സോ ദാറ്റ് എവരി സ്റ്റുഡൻറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ്. എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അതായത് പല മോഡലായിട്ടുള്ള പല തരത്തിലുള്ള ലേണിങ്സ് ഉണ്ട്. അതായത് ഇത് ഒരു കുട്ടിക്ക് പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു തരം, അങ്ങനെ പല തരം ഇതിലുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് UDL എന്താ പറയുന്നത്, എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് കേട്ടോ. UDL റിമൂവ് ലേണിംഗ് ബാരിയേഴ്സ് ബിഫോർ ദേ അറൈവ്. അതായത് എന്തെങ്കിലും ഒരു തടസ്സം വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അതാണ് റിമൂവ് ചെയ്യും ആര്, UDL. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ദ ബിഗിനിങ് മുതലേ എന്ത് ചെയ്യാണ്, ഓരോ ടീച്ചിങ് ലേണിങ്ങിൽ എന്തെങ്കിലും ബാരിയേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്തിട്ട് എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. UDLന് 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. 3 പ്രിൻസിപ്പിൾസ് ഓഫ് UDL എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെൻറ്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ സ്റ്റുഡൻറ്റ് ലേൺ, എന്തിനാണ് കുട്ടി പഠിക്കുന്നത്. മോട്ടിവേറ്റ് സ്റ്റുഡൻറ്റ് ടു ലേൺ, കുട്ടികളെ പഠിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. എൻകറേജ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ആക്റ്റീവായിട്ടുള്ള പങ്കെടുക്കൽ, ക്ലാസ്സിലെ എല്ലാ ആക്ടിവിറ്റീസിലുള്ള ആക്റ്റീവായിട്ടുള്ള പങ്കെടുക്കൽ എൻകറേജ് ചെയ്യിപ്പിക്കുക. ഗീവ് ചോയ്സസ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസിൽ ചോയ്സസ് കൊടുക്കുക കേട്ടോ. സെക്കൻഡ് വൺ, മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വാട്ട് സ്റ്റുഡൻറ്റ് ലേൺ, എന്താണ് കുട്ടി പഠിക്കുന്നത് എന്നുള്ളത് കേട്ടോ. പ്രസൻറ്റ് ഇൻഫർമേഷൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്, യൂസ് പിക്ചേഴ്സ്, വീഡിയോസ്, ഓഡിയോസ്, ചാർട്ട്സും. അതായത് കുട്ടി എന്താണോ പഠിക്കുന്നത് അതിനെന്ത് ചെയ്യുക, പല തരത്തിൽ എന്ത് ചെയ്യുക, അത് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക. പിക്ചേഴ്സായിട്ടും വീഡിയോസായിട്ടും ഓഡിയോസായിട്ടും ചാർട്ടായിട്ടും അങ്ങനെ പല തരത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യണം കേട്ടോ. തേർഡ് വൺ എന്താണ്, മൾട്ടിപ്പിൾ മീൻസ് ഓഫ് ആക്ഷൻ ആൻഡ് എക്സ്പ്രഷൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ സ്റ്റുഡൻറ്റ് ഷോ ലേണിംഗ്, എങ്ങനെയാണ് കുട്ടി ലേണിങ്ങിന് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണത് എന്നുള്ളതാണ് കേട്ടോ.
അലോ ഡിഫറെൻറ്റ് വേയ്സ് ടു എക്സ്പ്രസ് നോളജ്, അതായത് കുട്ടികളെ പലതരത്തിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇവിടെ അലോ ചെയ്യുന്നുണ്ട്. ഓറൽ പ്രസൻറ്റേഷന്, റിട്ടേൺ വർക്ക്, പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ്, അങ്ങനെ കുട്ടി എന്തിനാണ് പഠിക്കുന്നത്, എന്താ പഠിക്കുന്നത്, പിന്നെ അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇത് മൂന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് യൂണിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, DI. ഇതെന്താണ്? ഇറ്റ് ഈസ് എ ടീച്ചിങ് അപ്രോച്ച് ഇൻ വിച്ച് ടീച്ചേഴ്സ് അഡ്ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ അക്കോർഡിംഗ് ടു സ്റ്റുഡൻറ്റ് നീഡ്സ്, ഇൻട്രസ്റ്റ്, എബിലിറ്റീസ്. കുട്ടികളുടെ നീഡ്സിനും താല്പര്യത്തിനും ആവശ്യങ്ങൾക്കും കഴിവിനും അനുസരിച്ച് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസിനൊക്കെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണതിനാണ് നമ്മൾ അതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ടീച്ചിങ് അപ്രോച്ചാണ്. ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇൻസ്ട്രക്ഷൻസ്. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികളുടെ നീഡ്സും ഇൻട്രസ്റ്റും എബിലിറ്റീസും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എവരി സ്റ്റുഡൻറ്റ് ലേൺ സെയിം ടോപ്പിക് ബട്ട് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. എല്ലാ കുട്ടികളും ഒരേ ടോപ്പിക് തന്നെ പഠിക്കുന്നത്, പക്ഷേ പല വേയ്സ്, പലതരത്തിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ, ഓരോ കുട്ടികളുടെ ഇതിനനുസരിച്ചിട്ട് കേട്ടോ. സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണിംഗ്, കുട്ടികളുടെ കേന്ദ്രീകരിച്ചിട്ടുള്ള ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഫ്ലെക്സിബിൾ ടീച്ചിങ് മെത്തേഡ്സ്, വെറൈറ്റി ഓഫ് ടീച്ചിങ് മെറ്റീരിയൽസ്, കണ്ടിന്യൂസ് അസസ്മെൻറ്റ്, ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ആൻഡ് നീഡ്സ്. അതായത് ഓരോ കുട്ടികൾക്കും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ. പലതരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സും മെറ്റീരിയൽസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഇത് നടക്കുന്നുണ്ടോ, ഇത് ശരിയാവുന്നുണ്ടോ, എന്തെങ്കിലും ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ കുട്ടികളുടെയും സ്ട്രെങ്ത്തും നീഡ്സും ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, DI. അടുത്തത് എന്താണ്? ടീച്ചിങ് സ്ട്രാറ്റജീസ് ഫോർ ഇൻക്ലൂസീവ് ക്ലാസ് റൂംസ്. ഇൻക്ലൂസീവ് ക്ലാസ് റൂംസിലുള്ള കുറച്ച് ടീച്ചിങ് സ്ട്രാറ്റജീസാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിയർ ട്യൂട്ടറിങ്, അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിയേഴ്സ്, ഫ്രണ്ട്സ് തമ്മിലുള്ളതാണ് അല്ലേ. ഒരു ക്ലാസ് റൂമിൽ പരസ്പരം കുട്ടികൾ തമ്മിലുള്ളതാണിത്. വൺ സ്റ്റുഡൻറ്റ് ഹെൽപ്പ് അനദർ സ്റ്റുഡൻറ്റ് ഇൻ ലേണിംഗ്, ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ പഠനത്തിന് സഹായിക്കുന്നതാണ് പിയർ ട്യൂട്ടറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യൂഷ്വലി എ ട്രെയിൻഡ് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് അനദർ സ്റ്റുഡൻറ്റ്, സാധാരണയായിട്ട് ഒരു ട്രെയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻറ്റാണ് മറ്റേ സ്റ്റുഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക. ഇമ്പ്രൂവ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് കോൺഫിഡൻസ് കൂട്ടുന്നുണ്ട്. ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. എൻകറേജ് ടീം വർക്ക് എൻകറേജ് ചെയ്യും. ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യും. ക്രിയേറ്റ് എ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? കോപ്പറേറ്റീവ് ലേണിംഗ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി ഇൻ വിച്ച് സ്റ്റുഡൻറ്റ് ലേൺ ബൈ ഗ്രൂപ്പ് ഹെൽപ്പിംഗ് വൺ അനദർ. ഒരു ഗ്രൂപ്പായിട്ട് പരസ്പരം സഹായിച്ചിട്ടുള്ള പഠനമാണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. സ്റ്റുഡൻറ്റ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഡിസബിലിറ്റീസ് ലേൺ ടുഗദർ, അതായത് എന്തെങ്കിലും ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളും അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യണം, ഒരുമിച്ചിരുന്ന് പഠിക്കണം ഇവിടെ. എവരി സ്റ്റുഡൻറ്റ് ഗെറ്റ് ഈക്വൽ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ്, പ്രൊമോട്ട് ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഗ്രൂപ്പായിട്ട് പങ്കെടുക്കുമ്പോൾ എന്താണ്, എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു റോൾ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈക്വലായിട്ട് എന്ത് ചെയ്യാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടണം ഇവിടെ. ഈക്വലായിട്ടുള്ള എന്താണ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ തന്നെ ബാക്കി എന്താ പറയുന്നത്? ഡിവൈഡ് സ്റ്റുഡൻറ്റ് ടു സ്മാൾ ഗ്രൂപ്പ്സ്, അതായത് കുട്ടികൾ എന്ത് ചെയ്യുക, ചെറിയ ഗ്രൂപ്പ്സായിട്ട് തരംതിരിക്കുക. ഗിവ് കോമൺ ടാസ്ക്, എല്ലാവർക്കും എന്ത് ചെയ്യുക, എല്ലാ ഗ്രൂപ്പിനും ഒരു കോമൺ ആയിട്ടൊരു ടാസ്ക് കൊടുക്കുക. ഈച്ച് സ്റ്റുഡൻറ്റ് റോൾ, ഈ ഒരു ഗ്രൂപ്പിലത്തെ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുക, ഓരോ കുട്ടികൾക്കും ഓരോ റോളുകൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിസ്കഷൻസൊക്കെ എൻകറേജ് ചെയ്യിപ്പിക്കുക. പിന്നെ ടീച്ചർ ഒബ്സർവ് ആൻഡ് ഗൈഡ്, ടീച്ചർ എന്ത് ചെയ്യുക, ഇത് ഒബ്സർവ് ചെയ്യുക. പിന്നെ അവരെ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അവർ സഹായിക്കുക. ഇവാലുവേറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോമൻസ്, എന്നിട്ട് ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ ഓരോ ഗ്രൂപ്പിനൊക്കെ എന്ത് ചെയ്യുക, അവസാനം ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ക്ലാസ്സിലെ കുട്ടികളെ എന്ത് ചെയ്യുക, കുറച്ച് ഗ്രൂപ്പാക്കുക, അവർക്ക് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുക്കുക. ടാസ്ക് കൊടുത്തിട്ട് ഈ ടാസ്ക് ചെയ്യാനായിട്ട് ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുക്കുക. ഇവരുടെ ഡിസ്കഷൻസൊക്കെ എങ്ങനെയുണ്ട്, ഇവരുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയുണ്ട്, അതൊക്കെ ടീച്ചർ എന്ത് ചെയ്യുക, നന്നായിട്ട് ജഡ്ജ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതെന്ത് ചെയ്യുന്നതാണ്? എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ, പ്രൊമോട്ട് ഇൻക്ലൂഷൻ, ക്രിയേറ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്സ്. കമ്മ്യൂണിക്കേഷൻ കൂട്ടാനും ഇൻക്ലൂഷൻ കൂട്ടാനും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? കോ ടീച്ചിങ് എന്താണ്? ഇൻ ദിസ് 2 or more ടീച്ചേഴ്സ് വർക്ക് ടുഗെദർ ടു ടീച്ച് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറ്റ്. അതായത് ഒന്നോ അല്ലെ രണ്ടിലധികമോ ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. യൂഷ്വലി എ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആൻഡ് എ ജനറൽ ടീച്ചർ, സാധാരണയായിട്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറും ഒരു നോർമലി ആയിട്ടുള്ള ജനറൽ ടീച്ചറുമാണ് ഇത് ചെയ്യാറുള്ളത്. കോ ടീച്ചിങ്, അതായത് 2ൽ കൂടുതൽ ടീച്ചേഴ്സ് ഇരുന്നിട്ട് കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കുക. മൂന്നാമത്തെ എന്താണ്? 3 മേജർ അപ്രോച്ചസ്. 1 ടീച്ച് 1 സപ്പോർട്ട്, പാരലൽ ടീച്ചിങ്,
ഡിവൈഡ് ക്ലാസ് 2 ആൻഡ് ടീച്ച് ടുഗെദർ, ടീം ടീച്ചിങ്. അതായത് ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോ ടീച്ചിങ്ങിലുള്ള 3 അപ്രോച്ചസ് ആട്ടോ ഇവിടെ പറയുന്നത്. ഒരാൾ ടീച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരാൾ സപ്പോർട്ട് ചെയ്യുക. ഒരു ടീച്ചർ 2 ടീച്ചർ ഉണ്ടെങ്കിൽ ഒരാൾ പഠിപ്പിക്കുക, ഒരാൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പാരലൽ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിന് രണ്ടാക്കിയിട്ട് ഈ സൈഡ് ഒരു ടീച്ചർ എടുക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് മറ്റേ ടീച്ചർ എടുക്കുക. ടീം ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആൾ പരസ്പരം ചേർന്നിട്ട് അങ്ങോട്ട് കൂടെ ഒരാളത് പറയാം ഒരാളത് പറയാം, അങ്ങനെ എടുത്തു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ല, ഇൻക്ലൂസീവ് ക്ലാസ് റൂംസിലുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താ നോക്കാം കേട്ടോ. ടെക്നോളജി ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഇവിടെ എന്താ പറയുന്നത്, അസിസ്റ്റീവ് ടെക്നോളജി, അതായത് ഫോർ സ്റ്റുഡൻറ്റ് വിത്ത് വിഷ്വൽ എംപയർമെൻറ്റ്, കാഴ്ച പരിമിതി എന്തെങ്കിലും കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തൊക്കെ യൂസ് ചെയ്യുന്നത്, ബ്രെയിലി ബുക്സ്, സ്ക്രീൻ റീഡേഴ്സ്, പിന്നെ ഓഡിയോ ബുക്സ്, ടോക്കിംഗ് കാൽക്കുലേറ്റേഴ്സ് കേട്ടോ. പിന്നെ ഫോർ സ്റ്റുഡൻറ്റ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, അതായത് കേൾവി ശക്തിക്ക് എന്തെങ്കിലും കുറവുള്ളവരാണെങ്കിൽ ഹിയറിംഗ് എയ്ഡുകളെ ക്യാപ്ഷൻ കൊടുക്കുക വീഡിയോസിന്. പിന്നെ അതുപോലെ തന്നെ സൈൻ ലാംഗ്വേജുള്ള ആപ്സുകൾ. പിന്നെ ഫോർ സ്റ്റുഡൻറ്റ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വീൽ ചെയർ, ടച്ച് സ്ക്രീൻ ഡിവൈസസ്, അഡാപ്റ്റീവ് കീബോർഡ്സ്, മൗസ്, ഇതൊക്കെ കേട്ടോ. ഫോർ ലേണിംഗ് ഡിസബിലിറ്റീസ്, പഠിക്കാനാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചെങ്കിൽ എഡ്യൂക്കേഷണൽ ആപ്സ്, ടെക്സ്റ്റ് ടു ടീച്ച് സോഫ്റ്റ്വെയർ, സ്പീച്ച് ടു ടെക്സ്റ്റ് സോഫ്റ്റ്വെയർ, ഇതൊക്കെയാണ് ഉള്ളത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്ക് പറയാൻ പോകുന്നത് എക്സാമിനേഷൻ കൺസെഷൻസ് ആൻഡ് പ്രൊവിഷൻസ് ഫോർ CWSN, അതായത് സ്പെഷ്യൽ പരിഗണന ഉള്ള കുട്ടികൾക്ക് എക്സാമിന് എന്തൊക്കെ ഇളവുകളാണ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കുന്നത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, എക്സെപ്ഷൻ ഫ്രം സം സബ്ജക്റ്റ്, ചില വിഷയങ്ങളിൽ നിന്നൊരു ഇളവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം കംപ്ലീറ്റിനായിട്ട് ഒരു എക്സ്ട്രാ ടൈം കൊടുക്കുന്നുണ്ട്. പിന്നെ യൂസ് ഓഫ് എ സ്ക്രൈബ്, അതല്ലെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരു റൈറ്റർ ഉണ്ടാവും അല്ലേ, ഈ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി ഇങ്ങനെ റൈറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ റീഡർ ഫെസിലിറ്റി, വായിച്ചു കൊടുക്കുക. പിന്നെ എന്തൊക്കെയാണ്, ക്വസ്റ്റ്യൻസ് പേപ്പർ ഇൻ ലാർജ് പ്രിൻറ്റ്, വലിയ പ്രിൻറ്റിൽ വലിയ എഴുത്തുകളാക്കിയിട്ടൊക്കെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സെപ്പറേറ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സീറ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്താക്കാനോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്റ്റാഫ് റൂമിലൊക്കെ നമ്മൾ കൊണ്ടുപോയി കുട്ടികളെ ഇരുത്തി എക്സാം എഴുതിപ്പിക്കുമല്ലോ, അതൊക്കെ. പിന്നെ റെസ്റ്റ് ബ്രേക്സ് ഡ്യൂറിങ് എക്സാംസ്, അവർക്ക് എന്തെങ്കിലും റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ബ്രേക്കുകൾ കൊടുക്കുക എക്സാമിൻ്റെ ഇടയിൽ. പിന്നെ ഫ്ലെക്സിബിൾ ഇൻ ചൂസ് ടെക്സ്റ്റ്, അതായത് ഓരോ ടെക്സ്റ്റ് ചൂസ് ചെയ്യാനായിട്ട് അവർ എന്തെങ്കിലും ഫ്ലെക്സിബിളാണ്, അവർക്ക് അതിനൊക്കെ ഫ്രീഡം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ 4th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.